ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ സിബിൽ റിപ്പോർട്ട് എന്ന സാധനം എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പണ്ടത്തെക്കാട്ടും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് സിബിൽ റിപ്പോർട്ട് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ റീസെൻ്റ്ലി എൻ്റെ ഒരു റോങ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. അതിപ്പോൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളത് തന്നെ റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്. അത് എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി കുറേ പേർക്ക് ഞാൻ ഒരു മുമ്പും ഇതിൻ്റെ ഷോർട്സും സംഭവമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കിടക്കാണ്ട് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കിയാൽ മതി, ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി ഷെയർ ചെയ്യട്ടാ, മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് jmp.banksupport.in സന്ദർശിക്കുക. നോക്കുക. നിങ്ങൾക്ക് അതുപോലെ അതിൽ കൂടെ തന്നെ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നമ്മുടെ ലിങ്ക് ത്രൂ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കിട്ടാം, മറക്കണ്ട. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ലോൺ തെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സിബിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഉണ്ട്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ആപ്പ് എന്ന് പറയുന്നത്, സിബിൽ എന്ന് പറഞ്ഞിട്ട്. ഉണ്ടോ ഈ സംഭവം ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നിങ്ങൾ എന്താ സംഭവിച്ചാൽ നിങ്ങൾ ഇതിൽ എററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കിതിൽ ഡിസ്പ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആപ്പില്ലെങ്കിൽ ആപ്പ് കുഴപ്പമില്ല, വേണ്ട. നിങ്ങൾ ഗൂഗിളിൽ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം പോയിട്ട് ഞാനിതിൻ്റെ ഇതൊന്ന് ഓഫ് ചെയ്യാം. ക്രോമിൽ പോയിട്ട് സിബിൽ ഡിസ്പ്യൂട്ട് റേസ് എന്നിട്ട് അടിക്കാണ്ടോ. സിവിൽ ഡിസ്പ്യൂട്ട് റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസുകൾ കിട്ടും. കമ്പനി ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് വേറെ ഉണ്ട്. നോർമൽ ഡിസ്പ്യൂട്ടിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സിബിലിൻ്റെ വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഓൺലൈൻ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് പേജ് കാണാം. സിബിലിൻ്റെ ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ. അപ്പോൾ ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിൽ ഉണ്ടോ എങ്ങനെയാണ് ഹൗ ടു റേസ് ഉണ്ട്. അവർ തന്നെ എല്ലാ പടങ്ങളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഡിസ്പ്യൂട്ട് സെക്ഷനിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിബിലിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് സെക്ഷൻ കാണാൻ പറ്റും. അതിൽ ഏത് ലോണാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണം പോലത്തെ ഒരു പരിപാടിയാണ് ഡിസ്പ്യൂട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് എന്താ പറയുക ഡിസ്പ്യൂട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പരിപാടി ഇവരുടെ ഇമെയിലിലേക്ക് മെയിൽ ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഞാൻ കാണിച്ചു തരാം. സിബിൽ ഇവരുടെ വെബ്സൈറ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. cibilinfo@transunion.com ഇതാണ് ഞാൻ അയച്ച ഇമെയിൽ കണ്ടോ. cibilinfo@transunion.com എന്ന വെബ്സൈറ്റിലേക്ക് ഞാൻ അയച്ചത് ഇതാണ്. എൻ്റെ മണി വൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോണിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽസ് അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് കുറേ കാലമായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോഴും കിടക്കുകയില്ലേ, പെൻഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ ലോൺ ആക്ടിവായിട്ട് ഇപ്പോഴും കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ എടുത്തിട്ട് പോലും ഇല്ല. എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി അത് ഏത് NBFC നോക്കിയിട്ട് കിട്ടണമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഓംബുഡ്സ്മാനും അയച്ചു. RBI ഓംബുഡ്സ്മാനും അയച്ചു. അതിൻ്റെ ഇമെയിൽ ID ഞാൻ അവളുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മെയിൽ വരും. അതാണ് റിസീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് റെസൊല്യൂഷൻ ഒരു കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷം ഒരു എന്താ പറയുക ഒരു 10 ദിവസമായിരുന്നുണ്ട്. 10 ദിവസം ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആക്ച്വലി മെയിൽ വന്നു. അവർ റെസൊല്യൂഷൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു മെയിൽ വന്നുണ്ടോ. ഇതിൽ ഇതുണ്ട്, വി ആർ പ്ലീസ് ടു ഇൻഫോം യു ദാറ്റ് യുവർ ഇഷ്യൂ ഹാസ് ബീൻ റിസോൾവ്. ഡിസ്പ്യൂട്ടഡ് അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി റിമൂവ്ഡ് ഫ്രം ദ റിപ്പോർട്ട്. കണ്ടോ, ഇതാണ് നമുക്ക് റെസൊല്യൂഷൻ കിട്ടിയത്. അപ്പോൾ ആ പരിപാടി എടുത്ത് കളഞ്ഞ മുമ്പ് അപ്പോൾ അടുത്ത റിപ്പോർട്ടിൽ അത് കറക്റ്റ് ആയിക്കോളും. അതിൻ്റെ ഒരു ടൈം ലൈൻ പോലെ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും സ്മൂത്തൊന്നും ആയിരുന്നില്ല പണ്ടും നമുക്ക് ഈ ഡിസ്പ്യൂട്ട് ഓപ്ഷനും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയും ടൈറ്റ് ആയിട്ടുണ്ട്. RBI റൂൾ പ്രകാരം കുറച്ചും കൂടിയും ഈ ക്രെഡിറ്റ് ബ്യൂറോസുകൾക്ക് കുറച്ചും കൂടി പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മെയിൽ അയച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് പരിപാടി മെയിൽ അയക്കലാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസും ആ ലോൺ അക്കൗണ്ട് നമ്പറും സിബിൽ റിപ്പോർട്ട് എടുക്കുക. സിബിൽ റിപ്പോർട്ട് സ്ക്രീൻഷോട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ സിബിൽ റിപ്പോർട്ട് ഫുള്ള് എന്താ പറയുക അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണമല്ലോ. അവർ ഫുള്ള് നോക്കുന്നില്ല അവർ. ആ ഏത് ഡീറ്റെയിൽസ് ആണോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇതുപോലെ മെയിൽ അയക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ നിങ്ങളുടെ സിബിൽ റിപ്പോർട്ടിലത്തെ എറർ റിപ്പോർട്ടിംഗ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് വിളണം.